ഗോതമ്പ് റവേൻ്റെ ഉപ്പുമാവ്. ഗോതമ്പ് റവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഗോതമ്പ് റവേൻ്റെ ഉപ്പുമാവ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഉപ്പുമാവാണ്. പക്ഷെ ടേസ്റ്റുമാണ് ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ്. കണ്ടാലോ? നമുക്ക് ഉണ്ടാക്കാം. ഗ്യാസ് ഓപ്പൺ ചെയ്തു. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ടു. എണ്ണ നല്ലോണം ചൂടായി. കടുക് പൊട്ടട്ടെ. ഇതാണ് ഗോതമ്പ് റവ നന്നായിട്ട് ഞാൻ എടുത്ത് വെച്ചാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം, ഒരു ഇത്രത്തോളം വെള്ളം വേണം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, പിന്നെ സവാള, ബീൻസ്. ഈ ഉപ്പുമാവിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും. റവേൻ്റെ കൂടെ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ തേങ്ങ ഇല്ലാണ്ട് റവേൻ്റെ ഉപ്പുമാവ് ടേസ്റ്റാണ്. പക്ഷെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. തേങ്ങ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. നമ്മളെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ക്യാരറ്റ് ഇടുക. അതിലേക്ക് തന്നെ നമുക്ക് സവാളയും ബീൻസ് ഇടാം. ഇത് നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി തരണം. ഇതിലേക്ക് നമ്മൾ സവാള, ബീൻസ്, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് ആദ്യം കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ട് ഇത് നല്ലോണം ഒന്ന് വഴകട്ടെ. എല്ലാം കൂടി നന്നായിട്ട് വഴകട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ സവാളയും ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലോണം വഴകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊന്ന് നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പം നോക്കിയിട്ടില്ലേ പിന്നെ നമുക്ക് ഉപ്പിടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് കുറച്ച് വെള്ളത്തിൽ കഴിച്ച് ഇതാക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എങ്കിലും ഇപ്പോൾ ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടില്ല. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കണം. ഇതെല്ലാം കൂടി സെറ്റായി ഒന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉപ്പുമാവിൻ്റെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നല്ലോണം വെട്ടി തിളയ്ക്കുന്നത്. ഇനി നമുക്ക് റവ ഇടാം. നമ്മുടെ ഗോതമ്പ് റവയാണ്. നല്ല ചെറുതായിട്ടുള്ള ഗോതമ്പ് റവ ഇതിലേക്ക്. ഗോതമ്പ് റവ ഇട്ടു. എന്നിട്ട് ഗോതമ്പ് റവ നന്നായിട്ട് ഇളക്കി കൊടുക്കും.
ഗോതമ്പ് റവയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വേവട്ടെ, നന്നായിട്ട് വേവണം. മറ്റേ റവ പോലെയല്ല, ഗോതമ്പ് റവയ്ക്ക് കുറച്ചുകൂടി വേവുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ സൂചി റവ എന്ന് പറയില്ലേ, വെള്ള റവ, അതിനെക്കാട്ടും വേവ് ഗോതമ്പ് റവയ്ക്കുണ്ട്. അതിന് കുറച്ച് വേവുണ്ട്. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ വെജിറ്റബിളൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് അതിലേക്ക് റവ ഇട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവട്ടെ, നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ മതി. കാരണം ഇതിലെ വെള്ളം ഇങ്ങനെ കുറച്ച് വറ്റാനാകുമ്പോൾ കുറച്ച് മൂടി വെച്ച് വേവിക്കണം, നല്ലോണം ഇത് വെന്ത് കിട്ടും. മൂടി വെക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം. നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം ഇട്ട് കൊടുത്തു. എന്നിട്ട് തേങ്ങ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇറക്കി കൊടുത്തു. ഇനി ഒന്നൊരു ഇതെല്ലാം കൂടി ഒന്ന് നല്ല ഒരു ചൂടിലിങ്ങനെ ഒന്ന് വേവട്ടെ. സിമ്മാണേ, സിമ്മിലാണ് ഗ്യാസ് ഉള്ളത്. സിമ്മിൽ വെച്ചിട്ടേ നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ അടി കരിഞ്ഞു. അതാണ് സിമ്മിൽ വെച്ച് ഇത് ഇടുന്ന് വേവട്ടെ. ഓക്കെ, സിമ്മിൽ വെച്ച് ഇതൊന്ന് വേവട്ടെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പം നമ്മൾ ഗോതമ്പ് റവേൻ്റെ ഉപ്പുമാവ് റെഡിയായോ നോക്കാം. ഓക്കെ, നമ്മൾ ഉപ്പുമാവ് സെറ്റായിട്ടുണ്ട്. നല്ലോണം റവ നല്ലോണം വെന്ത് നമ്മളെ വെജിറ്റബിളും തേങ്ങയെല്ലാം കൂടിയുള്ള ഒരു പ്രത്യേക സ്മെല്ല് വരും. കാരണം തേങ്ങ ഈ ചൂടിലിങ്ങനെ വേകുമ്പോൾ പ്രത്യേക മണമാണ്. അതും ഈ ഉപ്പുമാവിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്കും ഈ ഗോതമ്പ് റവേൻ്റെ ഉപ്പുമാവ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോതമ്പ് റവേൻ്റെ ഉപ്പുമാവ് റെഡിയായി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യും. അപ്പോൾ നമ്മളെ ഗോതമ്പ് റവേൻ്റെ ഉപ്പുമാവ് റെഡി. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് രാത്രി ഒരു നേരത്തെ ഫുഡായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫുഡായാലും ഒക്കെ കഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പപ്പടം കൂട്ടാം, നമ്മളെ സമ്മന്തി കൂട്ടാം, എന്ത് കൂട്ടിയാലും നല്ല ടേസ്റ്റാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത്. അപ്പോൾ ഇന്നത്തെ ഗോതമ്പ് റവേൻ്റെ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.